കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മോട്ടിഫാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഭയങ്കര വലിയ മോട്ടിഫൊന്നുമല്ല, ഒരു സർക്കിളാണ് വരച്ചു കൊടുക്കുന്നത്. ആദ്യം ഞാൻ വേറെ എന്തൊരു ഷേപ്പ് വരയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ അത് കൊളായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും സർക്കിൾ തന്നെ വരച്ചു. അപ്പം ഞാനിവിടെ സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ത്രെഡ് എടുത്തിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അതുപോലെ നീഡിൽ ഒരു സൈഡ് മാത്രം വലുതായിട്ട് എടുത്തിട്ട് അപ്പുറത്തെ സൈഡ് ചെറുതാക്കി എടുക്കുക. എന്നിട്ട് ആ വലിയ സൈഡിൽ നമ്മൾ നോട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്രെയിം ഇവിടെ നമുക്ക് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്മോൾ സൈസിൻ്റെ ഫ്രെയിമാണ് എടുക്കുന്നത്. മീഡിയം ആണുള്ളതെന്നുള്ളവർക്ക് മീഡിയം തന്നെ എടുക്കാവുന്നതാണ്. ഞാനിവിടെ സ്മോൾ സൈസാണ് വെച്ചത്. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡും നല്ലോണം വലിച്ച് പിടിച്ച് ടൈറ്റ് ചെയ്ത് നമ്മുടെ ക്ലോത്ത് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്ത് വെക്കുക. കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ നീഡിൽ കുത്തിയെടുത്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് പോവാം. അപ്പം നമ്മൾ സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചല്ലോ, ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരച്ചെടുത്തത്. ഇപ്പോൾ ഇത് സർക്കിളൊക്കെ ആകുമ്പോൾ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ പറ്റും, പക്ഷേ അതത്ര പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നില്ല. ഇതുപോലെ ഓരോ തവണയും കുത്തിയെടുക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലാക്ക് ഡൂഡിൽ പെൻ വെച്ച് വരച്ചിരിക്കുന്നുണ്ട്. അതിൽ മെറൂൺ ഷെയ്ഡിലുള്ള നൂല് ഞാൻ എടുത്തതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ നിങ്ങൾ നോക്കുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റത്തെ നോട്ട് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇതിവിടെ കംപ്ലീറ്റ് ആവും. കണ്ടോ, ഇതിവിടെ കംപ്ലീറ്റ് ആയി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനിനി എൻ്റെ റെക്കോർഡിൽ വെച്ച ആ ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ മോട്ടിഫ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പിൻട്രസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ഒരു പിക്ചർ നോക്കിയിട്ട് അത് നിങ്ങൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ വരച്ചിട്ട് നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് വരച്ചെടുക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.